ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിക്കുവാൻ ഒരു കൂട്ടം മത്സരാർത്ഥികൾ എത്തുന്നു. ആഴ്ചതോറും അവരിൽ ചിലരൊക്കെ പുറത്തു പോകുന്നു. വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി പലരും അതിനകത്തേക്ക് കയറി വരുന്നു. അവരുടെ കളികളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു കളി ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. വളരെ ഗൂഢമായൊരു കളി. പ്രേക്ഷകർ വെറും മണ്ടരല്ല എന്നുള്ളത് ബിഗ് ബോസ് മനസ്സിലാക്കണം. എത്ര പേർ എവിടെ നിന്നൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ചില നയങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തുകയില്ല. അതിൽ പ്രധാനപ്പെട്ട ബിഗ് ബോസിനെതിരെയുള്ള ഒരു ആരോപണമാണ് ചില മത്സരാർത്ഥികൾ ബിഗ് ബോസിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആണ്. അവർക്ക് മറ്റുള്ളവരെക്കാൾ അധികം പ്രാധാന്യവും പരിഗണനയും അവർക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളും ഒക്കെ അവിടെ നടക്കാറുണ്ട്. ഇതൊരു നിസ്സാരമായ ആരോപണമല്ല. തെളിവ് സഹിതമാണ് പ്രേക്ഷകർ ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ബിഗ് ബോസ് വഴിവിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിന് പുറം ലോകത്തുള്ള എല്ലാ വാർത്തകളും അറിയുവാൻ തക്കവണ്ണം, അതെ, പുറം ലോകത്ത് നടന്ന A to Z കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാധ്യതകളും ബിഗ് ബോസ് തന്നെ ഒരുക്കി കൊടുത്തു. അപ്പനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം സായി വന്നിട്ട് തുടങ്ങി അവസാനിപ്പിക്കുന്ന സമയം വരെയോളം ഒരക്ഷരം പോലും ഉരിയാടാതെ ബിഗ് ബോസ് കേട്ടുകൊണ്ടിരുന്നു. എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു നമ്പരുമായിട്ട് വരുന്നു. ചിലപ്പോൾ കള്ളമാകാൻ പറഞ്ഞത്, ഇനി പുറത്തുള്ളതൊന്നും ഇതിനകത്താരും പറയാൻ പാടില്ല എന്നൊക്കെ. ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്ന പ്രേക്ഷക സമൂഹത്തിന് വേഗത്തിൽ മനസ്സിലാകുന്നതാണ് ബിഗ് ബോസേ. ഞാനിതിപ്പം ഇങ്ങനെ എടുത്തു പറയുവാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നടന്ന ഒരു കടുത്ത അനീതിയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഇന്നലത്തെ ദിവസം ഹോട്ട് സീറ്റ് എന്ന ഒരു ടാസ്ക് നടന്നുവല്ലോ. നമ്മളിൽ പലരും അത് കണ്ടതാണ്. വൈകിട്ടത്തെ എപ്പിസോഡിലും ലൈവ് കണ്ടവരൊക്കെ അത് ഫുൾ ടൈം കാണുകയും ചെയ്തതാണ്. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? DJ സെബിൻ എന്ന ഒരാളും അയാളുടെ കൂടെ കയറിയ ഒരു ടീമും സത്യത്തിൽ പവർ ടീം മെമ്പേഴ്സിനെയും ജാസ്മിനെയും പ്രത്യേകിച്ച് ഗബ്രിയെയും ഒക്കെ എടുത്ത് വാരി അലക്കുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സെബിൻ്റെയൊക്കെ മുൻപിൽ അടി പതറിപ്പോയി. ഒടുവിൽ ആ മുറിക്കകത്തിരുന്നു കൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു, ഞങ്ങൾ വീണുപോയി, ഇതിൻ്റെ ഒന്നും യാതൊരു മുഖഭാവവും എക്സ്പ്രഷൻ ഒന്നുമില്ലാതെ വേണം പുറത്തേക്ക് സന്തോഷത്തോടെ ഇറങ്ങുവാൻ എന്നൊക്കെ ഈ പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റൻ ജാസ്മിനും ഒക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് തീരുമാനമെടുത്ത് പുറത്തു പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് വന്നപ്പോൾ ഈ രംഗങ്ങളൊന്നും തന്നെ എപ്പിസോഡിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു എപ്പിസോഡിൽ കാണിച്ചത്? ഗബ്രി വളരെ മനോഹരമായി സംസാരിക്കുന്നു, ജാസ്മിൻ വളരെ മനോഹരമായി സംസാരിക്കുന്നു. ഇങ്ങനെ അവർക്ക് ഹൈപ്പ് കിട്ടുന്ന കുറേ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് എപ്പിസോഡിൽ പ്രദർശിപ്പിച്ചു. എപ്പിസോഡിന്റെ പ്രത്യേകത, ലൈവ് കാണുന്ന ആൾക്കാർ വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. എന്നാൽ എപ്പിസോഡ് രാത്രിയിൽ വരുന്നത് കുടുംബ പ്രേക്ഷകർ, കോടിക്കണക്കിന് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ എപ്പിസോഡിൽ അവർ കാണുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് വിലയിരുത്തലുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഷോയുടെ ഗതി നിർണ്ണയിക്കുന്നത് തന്നെ ഇത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് വൈകിട്ടത്തെ എപ്പിസോഡ് കണ്ട് വോട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ മുൻപിലേക്ക് എന്ത് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ബിഗ് ബോസിന് കൃത്യമായ പ്ലാനുകളുണ്ട്. അതായത് നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇതിനകത്തുണ്ട്, അവർ കപ്പിലേക്ക് നടന്നെടുക്കണം, അവർ കപ്പെടുക്കണം. അതുകൊണ്ട് അവരുടെ വീക്ക്നെസ്സുകളെ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കുകയും അവരുടെ പ്ലസ് പോയിന്റുകളെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള ആക്രമണമായിരുന്നു സിബിൻ അഴിച്ചുവിട്ടത്. അതെ, ആ കൂട്ടത്തിലുള്ള ഓരോ ആൾക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഗബ്രി എന്ന ഒരു കണ്ടസ്റ്റന്റിന് ഇവിടെ ഒരു ഗെയിം തന്നെ ഇല്ല. ഗബ്രിയുടെ ചരട് പിൻപിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. അത് ഏത് ഗെയിം ആണെങ്കിലും ഏത് ആക്ടിവിറ്റികൾ വന്നാലും ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പിറകിനുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് മാത്രമേ കളിക്കുകയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. ഒരമണിക്കൂർ സമയം കൊണ്ട് DJ സെബിനും ഗ്രൂപ്പും കൂടി ജാസ്മിനെയും ഗബ്രിയെയും അപ്സരയടങ്ങുന്ന ഈ പവർ ടീമിനെയും സമ്പൂർണ്ണമായി നിഗ്രഹിച്ചു കളഞ്ഞു. അത് കണ്ടിരുന്നാൽ അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ആ മനോഹര കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിച്ചു. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്ലസ് പോയിന്റുകൾ മാത്രമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് ഈ അനീതികൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് ജാസ്മിന് കപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷോ അവസാനിപ്പിച്ചിട്ട് കപ്പെടുത്ത് കൊടുത്ത് 50 ലക്ഷം രൂപയുമായിട്ട് ജാസ്മിനെ പറഞ്ഞു വിടുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത്? പ്രേക്ഷക സമൂഹത്തെ യാതൊരു ഉളുപ്പുമില്ലാതെ വഞ്ചിക്കുന്ന ഈ നിരുത്തരവാദിത്വപരമായിട്ടുള്ള നടപടി അത് ശരിയല്ല. ബിഗ് ബോസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ഷോയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്, പല നല്ല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും പല നിർണായകമായ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ നിലനിർത്തുവാനും അവർക്ക് പ്ലസ് പോയിന്റ് പ്രേക്ഷക സമൂഹത്തിൽ നിന്ന് ലഭിക്കുവാനും അവരെ മാക്സിമം വെള്ളപൂശുന്ന രംഗങ്ങൾ കൂടി കാണുമ്പോൾ വല്ലാത്തൊരു അരോചകമായിട്ട് നിങ്ങളുടെ ഈ കളികൾ ഫീൽ ചെയ്യുകയാണ്.
ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അർഹതയുള്ളവർക്ക് അവിടെ ലഭിക്കേണ്ട അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അർഹതയില്ലാത്ത വ്യക്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അർഹതയുള്ളവരുടെ ശബ്ദം പുറം ലോകത്തെത്തുന്നില്ല. വളരെ മനോഹരമായി പെർഫോം ചെയ്യുന്ന പല വ്യക്തികളുമുണ്ട്. പക്ഷേ അത് പുറം ലോകം കാണരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടിയ വഞ്ചനയും കടുത്ത അനീതിയും എന്ന് തന്നെ പറയുവാൻ കഴിയുകയുള്ളൂ. ഒടുവിൽ പ്രേക്ഷകർ ഇങ്ങനെ വിളിച്ചു പറയുന്നതിൽ അതിശയിക്കേണ്ടതില്ല. ഞങ്ങളല്ല, പ്രേക്ഷകരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പ്രേക്ഷകരാണ് വിധി എഴുതുന്നതെന്നൊക്കെ ചുമ്മാ അതൊരു ഹൈപ്പിന് വേണ്ടി തള്ളി മറിക്കുന്നത് മാത്രമാണ്. പക്ഷേ ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് ജയിക്കണ്ട എന്നുള്ളത്. അതെ, ഈ സീസണിലും ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷക സമൂഹം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കും.